ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ബഹുമാനപ്പെട്ട എല്ലാ രക്ഷകർത്താക്കൾക്കും സ്വാഗതം. സ്കൂള് അങ്ങനെ വീണ്ടും തുറന്നു. നിങ്ങൾ കുറച്ചുകൂടെ ചലനാത്മകമായി, ക്രിയാത്മകമായി. ഈ കഴിഞ്ഞ വർഷം 10ലെ റിസൾട്ട് മുൻ വർഷങ്ങളെക്കാൾ കുറച്ചുകൂടി താഴോട്ട് പോയി അല്ലേ? ഫുൾ എ പ്ലസുകളുടെ എണ്ണം 50% കൂടുതൽ കുറഞ്ഞു. അത് സർക്കാർ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അതായത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് വേണ്ടതെന്നുള്ള ഒരു നിലപാടെടുത്തതുകൊണ്ടാണ്. നമുക്ക് വിജിലൻ്റ് ആവാം, ഇനിയും പഠിപ്പിച്ച കുട്ടികളെ നന്നാക്കാം, കുട്ടികൾ നല്ലവണ്ണം പഠിച്ച് നന്നാവും. നമ്മൾ പഠിക്കുന്ന രീതിയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹാർഡ് വർക്ക്, രണ്ട് സ്മാർട്ട് വർക്ക്. ഇപ്പോൾ 2 പേജുണ്ട് പഠിക്കാൻ. നിങ്ങൾ ഒരു 3-4 മണിക്കൂറോ അതിൽ കൂടുതലോ എടുത്ത് 2 പേജ് പഠിക്കുന്ന ഒരു കുട്ടി, മറ്റൊരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ഈ 2 പേജ് നന്നായിട്ട് പഠിച്ചു തീർക്കും. ഇതിലാരാ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി? 10 മിനിറ്റ് കൊണ്ട് 2 പേജ് പഠിച്ച കുട്ടി തന്നെയല്ലേ? ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് അല്പം പഠിക്കുന്നത്, അതാണ് ഹാർഡ് വർക്ക്. പണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളടുത്ത് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നെവർ ഡു ഹാർഡ് വർക്ക്. പിന്നെ എന്ത് ചെയ്യണം? ഡു സ്മാർട്ട് വർക്ക്. കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്നിട്ട് ബാക്കി കുറച്ച് സമയമൊക്കെ ശരീരമൊക്കെ അനക്കത്തക്കവണ്ണം കളിക്കാനും ഫിസിക്കൽ മൂവ്മെൻറ്റിനൊക്കെ ചിലവഴിക്കണം. അതിലൊന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലാഷ് റീഡിങ് പ്രാക്ടീസ് ചെയ്യണം. അതായത് നല്ല സ്പീഡിൽ വായിക്കാനുള്ള ശീലമുണ്ടാക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാറ്റർ എടുത്ത് വാക്കുകളുടെ എണ്ണം അടയാളപ്പെടുത്തി നല്ല സ്പീഡിൽ വായിക്കൂ. ഒന്നും മനസ്സിലാവണ്ട. അങ്ങനെ ഒരു 8 പ്രാവശ്യം ഒരു ദിവസം ആവർത്തിക്കൂ. തുടർച്ചയായിട്ട് ഇടയ്ക്ക് അവധി എടുക്കാതെ 21 ദിവസം ഇത് ആവർത്തിക്കൂ. 22ാം ദിവസം നിങ്ങൾ 1000-ഓ അതിൽ കൂടുതലോ വാക്കുകൾ 1 മിനിറ്റിൽ വായിക്കും. അത് മനസ്സിലാവുകയും ചെയ്യും. ഇത് ഫ്ലാഷ് റീഡിങ്. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഫ്ലാഷ് റീഡിങ്ങിൻ്റെ വീഡിയോ ഇതേ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതേ പേരിലുള്ള ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആ ഫ്ലാഷ് റീഡിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ പഠിക്കാനുള്ള ഭാഗം ഒരു 8 പ്രാവശ്യമെങ്കിലും വായിക്കുക. കൂടുതൽ പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ഒരു പേജ് വായിക്കാൻ ഒരു കുട്ടി എടുക്കുന്നത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ 8 പ്രാവശ്യം വായിക്കാൻ 40 മിനിറ്റ് എടുക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 20 പേജ് പഠിപ്പിച്ചെങ്കിൽ 20 × 40 800 മിനിറ്റ് എടുക്കും. 800 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് ആലോചിച്ച് നോക്കൂ. 800/60. അത് 80/6, 40/3, 13-ലധികം മണിക്കൂർ, 13.33 മണിക്കൂർ. ഇത്രയും സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ പഠിക്കാൻ? കിട്ടുമെങ്കിൽ തന്നെ ഇത്രയും സമയം ശ്രദ്ധിച്ച് ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തീരുമാനിക്കും. എന്നാൽ ഞാൻ പറഞ്ഞ ഫ്ലാഷ് റീഡിങ് പ്രാക്ടീസ് ചെയ്താൽ 1 മിനിറ്റിൽ 1000 വാക്ക് വായിക്കുന്ന കുട്ടി 1 മിനിറ്റ് കൊണ്ട് 2 പേജ് വായിക്കും. 20 പേജ് വായിക്കാൻ 10 മിനിറ്റ്, 8 പ്രാവശ്യം വായിക്കാൻ 80 മിനിറ്റ് എന്ന് പറയുമ്പം 1 മണിക്കൂർ 20 മിനിറ്റ്. ഇനി ചില പേജിലൊക്കെ കുറേ പടങ്ങളൊക്കെ വരുമ്പോൾ അത്രയും വേണ്ടി വരില്ല. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തീർക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ 13-ലധികം മണിക്കൂറെടുത്ത് ഈ 20 പേജും പഠിച്ചു തീർക്കുന്ന കുട്ടി ചെയ്തതാണ് ഹാർഡ് വർക്ക്. 1 മണിക്കൂർ കൊണ്ട് 20 പേജും പഠിച്ചു തീർത്ത കുട്ടി ചെയ്തത് സ്മാർട്ട് വർക്ക്. സോ സ്വിച്ച് ഓവർ ഫ്രം ഹാർഡ് വർക്ക് ടു സ്മാർട്ട് വർക്ക്. അപ്പോൾ ബാക്കി സമയം നിങ്ങളുടെ മറ്റു ഹോംവർക്ക് ചെയ്യാനോ കുറേ കളിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. കുറേ കളിക്കുകയും വേണം കേട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് ഒട്ടും ഇല്ലാത്തതാണ് കളി. അതിന് ഞാൻ രക്ഷകർത്താക്കളെ കുറ്റം പറയാം. അവരിപ്പോൾ കുട്ടികളെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഫോക്കസ് ചെയ്യുന്നതല്ലാതെ കളിക്കാൻ നിർബന്ധിക്കുന്നില്ല. കുറേ രക്ഷകർത്താക്കൾ ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ വിടുന്ന കുട്ടികളെ കാണാം. ചില കുട്ടികൾ ജിമ്മിൽ വരുന്നത് കാണാം. ചില കുട്ടികൾ ഷട്ടിൽ കളിക്കുന്ന ടർഫിൽ പോകുന്നത് കാണാം. ഫുട്ബോള്, ക്രിക്കറ്റ്, കളരി, ഇതിനൊക്കെ കുട്ടികൾ വിടുന്ന രക്ഷകർത്താക്കളുണ്ടായി. അപ്രീഷിയേറ്റ് ദം വെരി മച്ച്. ഇനി ഇതിനൊക്കെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ചുമ്മാ ഒന്ന് രാത്രി അല്ല രാവിലെയോ എപ്പോഴെങ്കിലും 1 മണിക്കൂർ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യട്ടെ കുട്ടി. അതിന് 5 പൈസ ചിലവില്ല. പിന്നെ പഠിക്കാനിരിക്കുന്ന വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറയണം. ചാപ്റ്ററിൻ്റെ പേര് 8 പ്രാവശ്യം പറഞ്ഞിട്ട് ഓരോ ഭാഗവും 8 പ്രാവശ്യം വായിക്കുക. ഒരു 2-3 പാരഗ്രാഫ് പഠിച്ചു തീരുമ്പോൾ കണ്ണടച്ചിരുന്ന് ആ പാരഗ്രാഫുകളെല്ലാം ഒന്ന് മനസ്സുകൊണ്ട് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഒരു 35-40 മിനിറ്റൊക്കെ അപ്രോക്സിമേറ്റ് ആകുമ്പോൾ നിർബന്ധമായിട്ട് പഠിത്തം നിർത്തി ഒരല്പം വെള്ളം കുടിച്ച് വെളിപ്പോയി നല്ല പച്ച കളറിൽ കുറച്ച് നേരം നോക്കി നിങ്ങളുടെ കോൺസെൻട്രേഷനൊക്കെ വർദ്ധിപ്പിച്ചിട്ട് അടുത്ത് ചെയ്യേണ്ടത് ഒരു മുറിയിൽ പോവുക. നിങ്ങൾ ഇച്ചിരി നാണമുള്ളവരാണെങ്കിൽ മുറി അടച്ചിട്ടിട്ട് ചെയ്യൂ. അങ്ങനെ നാണക്കേട് തോന്നാത്ത കുട്ടികൾ മുറി തുറന്നിട്ടുണ്ടെന്ന് ചെയ്യും. ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല. ഒരു അടിപൊളി പാട്ടിട്ടിട്ട് ഒരു 3 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഡാൻസ് ചെയ്യും. ദേഹമൊക്കെ ഇളകത്തക്കവണ്ണം സിനിമ ഡാൻസ് മതി. അല്ല ക്ലാസിക്കൽ ഡാൻസ് അല്ല ഉദ്ദേശിക്കുന്നത്.
ഒരു സിനിമാറ്റിക് ഡാൻസ് തോന്നും പോലെ, ഒരു റെഗുലർ സ്റ്റെപ്പൊന്നും വേണ്ട, തോന്നും പോലെ കയ്യും കാലും ദേഹമൊക്കെ വളക്കി ആട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ടൊരു ഗുണമുണ്ട്, അവിടെ ഓക്സിറ്റോസിൻ ഹോർമോൺ കൂടിയിട്ട് അടുത്ത 45 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ നന്നായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത 40 മിനിറ്റ് പഠനത്തിൽ നിങ്ങൾ ഒട്ടും ക്ഷീണിക്കില്ല. 2, ഈ ദേഹം ഇളക്കി ഡാൻസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ എന്ന ഹോർമോൺ കൂടും. ഒന്ന് പതുക്കെ ആലോചിച്ച് നോക്കൂ, നിങ്ങളത്തെ രക്ഷാകർത്താക്കൾ പഠിക്കാൻ പോയിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ദേഷ്യത്തോടെയാണോ സന്തോഷത്തോടെയാണോ പോയിരിക്കുന്നത്? ഭൂരിഭാഗം പേർക്കും ദേഷ്യം അല്ലെങ്കിൽ സങ്കടമായിരിക്കില്ലേ? ആ മനസ്സുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിൻ കൂടുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇനി അടുത്ത 40 മിനിറ്റ് നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കുക. ഇനി എന്ത് വേണം എന്ന് നന്നായിട്ട് മനസ്സിലാവും. ഏതെങ്കിലും ലെസൺ പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 വരി വായിക്കുക, കണ്ണടച്ചിരുന്ന് മനസ്സുകൊണ്ട് അതിനൊരു വീഡിയോ പിക്ചറായിട്ട് കാണുക. അടുത്ത 2 വരി വായിക്കുക, കണ്ണടയ്ക്കുക, വീഡിയോ പിക്ചറായിട്ട് കാണുക. അങ്ങനെ പാരഗ്രാഫ് എൻ്റെ എത്തുമ്പോൾ വീണ്ടും കണ്ണടച്ചിരുന്ന് ആ പാരഗ്രാഫിൽ വായിച്ച കാര്യങ്ങൾ അത്രയും പിക്ചറായിട്ട്, മോഷൻ പിക്ചറായിട്ട്, നല്ല വലിയ പിക്ചറായിട്ടായിരിക്കണം റിവൈൻഡ് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ഗൈഡഡ് ഇമാജിനറി മെത്തേഡ് ഓഫ് ലേണിംഗ്. ഇങ്ങനെ വിവിധ രീതികൾ അവലംബിക്കുക. എന്നും ഒരേ രീതി പഠിക്കാതെ പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ ഷോർട്ടാക്കിയും, ഇപ്പോൾ വേണമെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ എടുത്ത് കൊടുത്താൽ ഒരു ലെസണിൻ്റെ സമ്മറിയൊക്കെ തയ്യാറാക്കി തരും. തന്നെത്താനെ ചെയ്യുന്നതാണ് നല്ലത്. തന്നെത്താനെ സമ്മറി തയ്യാറാക്കിയാൽ ഒരുപാട് നാൾ ഓർമ്മ എനിക്ക്. ആ സമ്മറി വായിക്കാം. പഠിക്കേണ്ട പാഠഭാഗങ്ങളെ കഥകളോ പാരഡി ഗാനങ്ങളോ കുസൃതി ചോദ്യങ്ങളോ ഒക്കെ ആക്കി മാറ്റി പഠിക്കാം. ഇങ്ങനെ വ്യത്യസ്ത രീതികൾ അവലംബിച്ച് പഠിക്കണം. പിന്നെ പഠിക്കാൻ ടേബിൾ ലാമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം രാത്രി നിങ്ങളൊരു ട്യൂബ് ലൈറ്റോ മറ്റ് ബൾബോ ഇട്ടേക്ക് മുറി മുഴുക്ക വെട്ടമുണ്ട്. നിങ്ങളിങ്ങനെ നോക്കുന്ന ബുക്കിലാണെങ്കിൽ പോലും സൈഡിൽ കൂടെ പല ദൃശ്യങ്ങൾ നിങ്ങളറിയാതെ കാണുന്നുണ്ട്. നിങ്ങളറിയാതെ മനസ്സ് ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട്, കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. രാത്രി കാലങ്ങളിലാകുമ്പോൾ ടേബിൾ ലാമ്പ് ബുക്കിൽ ലൈറ്റ് വെളുത്തക്കൊണ്ണം വളച്ച് വെച്ചിട്ട് ബാക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കതവ് അടച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബുക്ക് അതല്ലാതെ ഒന്നും കാണുന്നില്ല. പണ്ട് പുരാണത്തിൽ പറഞ്ഞ പോലെ അർജുനൻ അമ്പെയ്യാൻ ചെന്നപ്പോൾ കിളിയുടെ കണ്ണ് മാത്രം കണ്ടതുകൊണ്ടാണ് കിളിയുടെ കണ്ണിൽ അമ്പെയ്തത് എന്ന് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ സിംബോളിക്കാണ്. അതുപോലെ ആ പുസ്തകം മാത്രം നിങ്ങൾ കാണും, ചുറ്റുമുള്ള ആ മേശപ്പുറത്തുള്ള മറ്റൊരു പുസ്തകം പോലും കാണില്ല. കോൺസെൻട്രേഷൻ കൂടും, കുറഞ്ഞ സമയത്ത് കൂടുതൽ പഠിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കൂ. പിന്നെ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം, ശുദ്ധവെള്ളം. ഇല്ലെങ്കിൽ അതും പഠനത്തെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കൂ, പഠിച്ച് രസിക്കൂ. ഉയർന്ന മാർക്ക് നേടിയതുകൊണ്ട് മാത്രമായില്ല, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോഗിക്കാനുള്ള സ്കില്ലൂടെ നേടണം. അല്ല വെറുതെ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 അതിൽ കഥയില്ല. മാർക്കല്ല കാര്യം. പഠിച്ചത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എവിടെയെങ്കിലും പ്രയോഗിക്കുന്നുണ്ടോ? ആ പ്രയോഗിക്കൽ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നുണ്ടോ? അതോടെ ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. പഠിച്ചത് പ്രയോഗത്തിൽ വരുത്തൂ. അന്നാണ് നിങ്ങൾ രാജ്യത്തിന് വേണ്ട ഒരു ഉത്തമ വ്യക്തിയായി മാറുന്നത്. നിങ്ങളൊരു ഉന്നത വ്യക്തിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.